നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പുതിയ പോർമുഖം. രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഗാന്ധി സ്മൃതിയിൽ. യുവാക്കളാണ് രാജ്യത്തിന്റെ നീതി, അവരെ കേൾക്കൂ. വിദ്യാർത്ഥികളെ പിന്തുണച്ച് മമ്മൂട്ടി. അത്ഭുതകരമായ രക്ഷപ്പെടൽ. ട്രെക്കിങ്ങിനിടെ കാൽവഴുതി കൊക്കയിലേക്ക് വീണ യുവാവ് മരക്കൊമ്പിൽ കുടുങ്ങി. വീഡിയോ വൈറൽ. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താനോ? ഡൽഹി പോലീസിന്റെ പ്രതിരോധ തടങ്കൽ അധികാരം നീട്ടി. ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിൽ നടപടി. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് നൽകിയിരുന്ന സൗജന്യ യാത്ര. ഹാപ്പി ലോങ് ലൈഫ് വെട്ടി സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി പ്രതിഷേധമിരമ്പി SFI. മാർച്ചുകൾക്കു നേരെ പോലീസ് ബലപ്രയോഗം, ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. സംഘപരിവാർ ചാനലുകൾ അസംബന്ധം പ്രചാരണം നടത്തുന്നു. PK ശ്രീമതി. പയ്യന്നൂർ വനിതാ പോളിയിൽ ആൺകുട്ടികളെത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുതിയ പോർമുഖം. രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഗാന്ധി സ്മൃതിയിൽ. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പുതിയ പോർമുഖം തുറന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ 30 ജനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിലെത്തി. പിന്തുണയുമായി വലിയ ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പാർട്ടികളുടെയും എംപിമാർ സംഘത്തിലുണ്ട്. നീറ്റ് പരീക്ഷ ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് പിന്നാലെ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥികളുടെയും പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെയും അനുസ്മരിക്കാനാണ് ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നതെന്ന് രാഹുൽ പറഞ്ഞു. രാഹുലിൻ്റെ വസതിയിൽ വൈകുന്നേരം പ്രതിപക്ഷ എംപിമാരുടെ യോഗം നടന്നിരുന്നു. യോഗം അവസാനിച്ചതിന് പിന്നാലെ തങ്ങൾ ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണെന്ന് രാഹുൽ പ്രഖ്യാപിച്ചു. രാഹുലിൻ്റെ ഔദ്യോഗിക വസതിയിൽ മുന്നിൽ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ അകലെയാണ് ഗാന്ധി സ്മൃതി. എംപിമാർ സഞ്ചരിക്കുന്ന ബസ് കടത്തിവിടാതെ പോലീസ് വഴിയിൽ ബാരിക്കേഡുകൾ വെച്ച് തടസ്സം സൃഷ്ടിച്ചെങ്കിലും വാഹനം മുന്നോട്ട് നീങ്ങി ഗാന്ധി സ്മൃതിയിലേക്ക് എത്തുകയായിരുന്നു. യുവാക്കളാണ് രാജ്യത്തിൻ്റെ നിധി, അവരെ കേൾക്കൂ. വിദ്യാർത്ഥികളെ പിന്തുണച്ച് മമ്മൂട്ടി. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് പിന്തുണ അറിയിച്ച് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് പങ്കുവച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്, അവരെ കേൾക്കൂ, അവരെ സംരക്ഷിക്കൂ, ശാക്തീകരിക്കൂ എന്നാണ് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, CBSE ക്രമക്കേടുകൾ എന്നിവയ്ക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് സിനിമ സാംസ്കാരിക രംഗത്തുള്ളവരും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരവധി ബോളിവുഡ് താരങ്ങളും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താനോ? ഡൽഹി പോലീസിൻ്റെ പ്രതിരോധ തടങ്കൽ അധികാരം നീട്ടി. ദേശീയ സുരക്ഷാ നയപ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകി കേന്ദ്രം. അടങ്കലിൽ വയ്ക്കാനുള്ള അധികാരം നൽകുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. ഓരോ 3 മാസത്തിലും നടത്തുന്ന ഒരു ത്രൈമാസ അധികാര വിപുലീകരണം മാത്രമാണിതെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. എന്നാൽ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും വിദ്യാർത്ഥികളെ തടങ്കൽ വെക്കാനും അവർക്ക് നേരെ നടപടിയെടുക്കാനുമാണ് നീക്കമെന്നും ആരോപണമുണ്ട്. ഈ അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പോലീസ് എക്സിൽ കുറിച്ചു. നിലവിലെ ഉത്തരവ് പ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാറിനാണ് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. ഭാവിയിൽ കുറ്റകൃത്യങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നവരെ മുൻകരുതൽ എന്ന നിലയിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നിയമപരമായ അധികാരമാണിത്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ 3 മാസത്തേക്കാണ് പ്രതിരോധ തടങ്കൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. CJP പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ജൂലൈ 7-നാണ് നിലവിലെ പുതുക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് പോലീസ് പറയുന്നു. യാതൊരുവിധ പ്രത്യേക സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമല്ലെന്നാണ് ഡൽഹി പോലീസ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. 1980 ദേശീയ സുരക്ഷാ നയപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടില്ലെങ്കിലും 12 ദിവസം മുതൽ 12 മാസം വരെ ഒരാളെ തടങ്കലിൽ വെക്കാൻ അനുവദിക്കുന്നതാണ് ഈ നിയമം. ഡൽഹി ഗവർണർ തരൺജിത് സിംഗ് സിദ്ധുവാണ് ഈ തടങ്കൽ അധികാരങ്ങൾ പോലീസ് മേധാവിക്ക് കൈമാറിയത്. പാർലമെൻറ്റ് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വെള്ളിയാഴ്ചയാണ് അനുരാഗ് കുമാറിനെ ഡൽഹി പോലീസ് കമ്മീഷണറായി തിരക്കിട്ട് നിയമിച്ചത്. നിലവിലുണ്ടായിരുന്ന കമ്മീഷണർ സതീഷ് ഗോൾച്ചിയെ കാലാവധി
പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് സ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു. 20-നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ പാർലമെൻറ്റ് മാർച്ച്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അതിക്രൂരമായാണ് പോലീസ് ആക്രമിച്ചത്. ഇതിനെതിരെ രാജ്യത്താകെ പ്രതിഷേധം അലയടിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് SFI നടത്തിയ ലോക് ഭവൻ മാർച്ചിൽ പരക്കെ സംഘർഷം. തിരുവനന്തപുരത്ത് ലോക് ഭവനിലേക്കും മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമാണ് മാർച്ച് നടന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പല ജില്ലകളിലും പോലീസ് SFI പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു മാറ്റി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിന്മാറില്ലെന്ന് പ്രവർത്തകർ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, NTA പിരിച്ചുവിടുക, അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി SFI മാർച്ച് സംഘടിപ്പിച്ചത്. അതേസമയം ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കേരളത്തിൽ നിന്നുമുള്ള 100 SFI പ്രവർത്തകർ അണിചേരും. ശനിയാഴ്ച സംഘം യാത്ര തിരിക്കും. 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് യുവ തെരുവിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര നീക്കം പ്രതിഷേധാർഹമാണ്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI രാജ്യവ്യാപകമായി വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത പഠിപ്പ് മുടക്ക് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളിലും നടക്കുമെന്നും PS സഞ്ജീവ് പറഞ്ഞു. ജന്തർ മന്ദിറിലെ സമരത്തിന് ഐക്യദാർഢ്യമേകി വെള്ളി രാത്രി 7 മുതൽ ശനി രാവിലെ 6 വരെ മാനവീയം വീഥിയിൽ സാംസ്കാരിക സംഘം നടക്കും. സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലുകളിലൂടെ തനിക്കെതിരെ അസംബന്ധ പ്രചരണം നടത്തുന്നുവെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി പറഞ്ഞു. ഏതോ MLA ഭാര്യ എന്ന പേരിൽ നിയമസഭയിൽ നിന്നും പെൻഷൻ വാങ്ങുന്നുവെന്നാണ് വ്യാജ പ്രചരണം. DGPക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പരാതി നൽകുമെന്നും PK ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. ജനൻ TV, ഭാരത് ലൈവ്, കർമ്മ ന്യൂസ് തുടങ്ങിയ ചാനലുകളും കണ്ണൂരിലെ സായാഹ്ന ദിന പത്രവുമാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചാരണം നടത്തിയതെന്ന്. വളരെ മോശമായ രീതിയിലായിരുന്നു പ്രചാരണം. 50 വർഷത്തിലേറെയായി പൊതുപ്രവർത്തനം നടത്തുന്നത് ആളാണ് താൻ. എന്നിട്ടും ഒരു വാക്കുപോലും തന്നോട് ഈ വിഷയത്തിൽ ചോദിച്ചില്ല. സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ദുരുദ്ദേശമാണ് ഈ ചാനലുകളിൽ ഉണ്ടായിരുന്നതെന്നും PK ശ്രീമതി പറഞ്ഞു. ചരിത്ര നിമിഷം. വനിതാ പോളിയിലേക്ക് 35 വർഷത്തിനു ശേഷം ആൺകുട്ടികളെത്തി. 114 പെൺകുട്ടികൾക്കൊപ്പം എത്തിയ 58 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അടിപൊളിയായി ക്യാമ്പസ് സ്വീകരിച്ചു. സെമിസ്റ്റർ ക്ലാസ് മുറികൾ ഇനി ആൺകുട്ടികളുടെ ശബ്ദവും ഉയരും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഇത്തവണ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. ക്യാമ്പസിൽ ആദ്യമായി എത്തിയ ഒന്നാം വർഷ ഇൻസ്ട്രുമെന്റേഷൻ വിദ്യാർത്ഥി ആരുഷ് പ്രദീപ് ഹാപ്പിയാണ്. കോഴിമൽ സ്വദേശിയാണ് ആരുഷ്. തലശ്ശേരി കോടിയേരിയിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയാൻ സാദിഖ് വരുന്നത്. ദൂരമുണ്ടെങ്കിലും ക്യാമ്പസ് ഇഷ്ടമായെന്ന് സയാൻ പറഞ്ഞു. ചെറുകുന്ന് സ്വദേശിയായ C ആർത്തിന് കോളേജ് മൊത്തത്തിൽ ഇഷ്ടമായി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. കേരളത്തിലെ റെസിഡൻഷ്യൽ മാതൃകയിലുള്ള ഏക വനിതാ പോളിടെക്നിക് ആണിത്. 1991 തുടങ്ങിയത്. ക്ലാസ് മുറികളിൽ പെൺകുട്ടികൾ കുറഞ്ഞതോടെയാണ് ആൺകുട്ടികൾക്കും ഈ വർഷം മുതൽ അവസരമൊരുങ്ങിയത്. സഹവിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുന്നതിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച. ചേച്ചിമാർ ഹാപ്പിയാണ്. ക്യാമ്പസിൽ ആദ്യമായി സഹോദരങ്ങളെ കിട്ടിയ സന്തോഷത്തിലാണ് ചേച്ചിമാർ. വളരെയധികം സന്തോഷമുണ്ടെന്ന് 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിനികളായ A ആര്യയും M ജ്യോതിയും ആവണി നെല്ലിക്കയും പറഞ്ഞു. നല്ല പഠന അന്തരീക്ഷമുള്ള ക്യാമ്പസിലേക്ക് പുതുതായി വന്നവർക്ക് സ്വാഗതമേകുന്നതായി പോളി സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹി കൂടിയായ K നന്ദന പറഞ്ഞു. അധ്യാപകരും സന്തോഷത്തിലാണ്. ഇത് ചരിത്ര നിമിഷമാണെന്ന് പ്രിൻസിപ്പൽ PS മനോജ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ മേധാവി KB ശ്രീജിത്തും പറഞ്ഞു. പെൺമക്കൾക്കൊപ്പം ആൺമക്കളും വന്ന സന്തോഷത്തിലാണ്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് മേധാവിയായ അശ്വതി പർ ഔലോസും ഇലക്ട്രോണിക്സ് ട്രേഡ് ഇൻസ്ട്രക്ടർ R ജ്യോതിയും. സെമിസ്റ്റർ ക്ലാസ് മുറികളിലെ ആൺകുട്ടികളെ അധ്യാപകരും ഓഫീസ് ജീവനക്കാരും അനുമോദിച്ചു. ഇത് സന്തോഷ സൂചകമാണെന്ന് കൊമേഴ്സ് ലെക്ചർ P രാരീഷും ഇൻസ്ട്രുമെന്റേഷൻ ഇൻസ്ട്രക്ടർ ഷിൻഡോ സെബാസ്റ്റ്യനും പറഞ്ഞു. പ്രവേശനാരംഭം V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ വിട പറഞ്ഞു. പെരിന്തൽമണ്ണ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ 81 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരൂർ കാട്ടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തിലായിരുന്നു സമസ്തയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നിയമിതനായത്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് മുന്നത്ത് മൂസ ഹാജിയുടെയും മാടമ്പി ഈയത്തൊട്ടിയുടെയും മകനായി 1945 ജനനമായിരുന്നു.
2013 കാസർഗോഡ് ജില്ലാ കാസിയായ ആലിക്കുട്ടി മുസ്ലിയാർ 2003 മുതൽ പട്ടിക്കാട് ജമാഅ നൂരിയ അറബി കോളേജ് പ്രിൻസിപ്പൽ കൂടിയാണ്. പ്രാഥമിക മതപഠനം പിതാമഹനായിരുന്ന കുന്നത്ത് ആലിയാജിയുടെ ഓത്തുപുരയിലും ഭൗതിക വിദ്യാഭ്യാസം തിരൂർക്കടവ് മാപ്പിള സ്കൂളിലുമായിരുന്നു. 7-ാം വയസ്സിൽ ഇരുമ്പുഴി തെക്കുമുറിയിൽ ദൽസീർ ദർസ് പഠനം ആരംഭിച്ചു. 1964 ജമാഅ നൂരിയയിൽ ചേർന്ന അദ്ദേഹം 4 വർഷം അവിടെ നടത്തി. ഷംസുൽ ഉലമ കൊട്ടുമല അബൂബക്കർ മുസ്ലിയാർ, താഴേക്കാട് കുഞ്ഞലവി മുസ്ലിയാർ, പെരിന്തൽമണ്ണ സൈദലവി മുസ്ലിയാർ, വളപുരം KT മുഹമ്മദ് മുസ്ലിയാർ, പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു പ്രധാന ഉസ്താദുമാർ. 16-ാം വയസ്സിൽ തിരൂർക്കടവ് മഹൽ പള്ളി ഖത്തീബായും 20-ാം വയസ്സിൽ മഹൽ കാസിയായും നിയമിക്കപ്പെട്ട് ചെറുപ്പത്തിലെ നേതൃപാഠവും തെളിയിച്ച വ്യക്തിത്വമാണ്. അത്ഭുതകരമായ രക്ഷപ്പെടൽ. ട്രക്കിങ്ങിനിടെ കാൽവഴുതി കൊക്കയിലേക്ക് വീണ യുവാവ് മരക്കൊമ്പിൽ കുടുങ്ങി. വീഡിയോ വൈറൽ. മഹാരാഷ്ട്രയിലെ ലോണോവാലിയിൽ ട്രക്കിങ്ങിനിടെ കൊക്കയിലേക്ക് വീണ യുവാവ് മരക്കൊമ്പിൽ കുടുങ്ങി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യുവാവിനെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. സുഹൃത്തുക്കൾക്കൊപ്പം ലോണോവാലയിലെ ഒരു ട്രക്കിംഗ് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യുവാവ് കാൽവഴുതി കൊക്കയിലേക്ക് വീണത്. ഭാഗ്യവശാൽ താഴേക്ക് വീഴുന്നതിനിടെ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കാൽ കുടുങ്ങി. എന്നാൽ കനത്ത മഴ പെയ്തത് കാരണം യുവാവിനെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാദൗത്യം ആരംഭിക്കുകയായിരുന്നുവെന്ന് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ കൈകരുടകളും മറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഏറെ ശ്രമത്തിന് ഒടുവിലാണ് യുവാവിനെ സുരക്ഷിതമായി മുകളിലേക്ക് എത്തിച്ചത്. മഴയും വഴുക്കലുമുള്ള പാറകളും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചു. രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ യുവാവിനെ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതര പരിക്കുകൾ ഒന്നുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് നൽകിയിരുന്ന സൗജന്യ യാത്ര ഹാപ്പി ലോങ് ലൈഫ് വെട്ടി സർക്കാർ. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് നൽകിയിരുന്ന സൗജന്യ യാത്ര ഹാപ്പി ലോങ് ലൈഫ് വെട്ടി UDF സർക്കാർ. ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിരുന്ന അതോടൊപ്പം രോഗിക്ക് ബസ്സുകളിൽ സീറ്റും ഉറപ്പ് നൽകിയിരുന്നു. ഇതുപ്രകാരം ഹാപ്പി ലോങ് ലൈഫ് കാർഡുകൾ നൽകി 6 മാസമാണ് കാർഡിൻ്റെ കാലാവധി. അതുകഴിഞ്ഞാൽ വീണ്ടും ഓൺലൈനായി അപേക്ഷ നൽകി പുതുക്കണം. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുതുക്കി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തി വച്ചിരിക്കുകയാണ്. പുതുതായി അപേക്ഷിക്കുന്നവർക്ക് കാർഡും ലഭിക്കുന്നില്ല. KSRTCയുടെ ആസ്ഥാനത്ത് നേരിട്ട് അന്വേഷിക്കുന്നവർക്ക് സാങ്കേതിക കാരണങ്ങൾ കാർഡ് അച്ചടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മറുപടി ലഭിക്കുന്നത്. പരാതികൾ വർദ്ധിച്ചതോടെ ഈ സെഷനിലെ ഫോൺ പോലും എടുക്കുന്നില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, മേൽവിലാസം, ഓങ്കോളജിസ്റ്റ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വെബ്സൈറ്റിലാണ് ഔദ്യോഗിക പോർട്ടലിലൂടെയാണ് അപേക്ഷ നൽകേണ്ടിയിരുന്നത്. ചീഫ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാർഡ് KSRTC യൂണിറ്റ് ഓഫീസർ വഴി അപേക്ഷകൻ്റെ വീട്ടിലെത്തിക്കുന്നതായിരുന്നു രീതി. നിതിൻ രാജിൻ്റെ മരണം. ഡോക്ടർ റാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ഡോക്ടർ MK റാം പോലീസിന് മുമ്പാകെ ഹാജരായി. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആണ് ഹാജരായത്. കോടതി അനുമതി ലഭിച്ചുടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം കുടകിൽ നിന്ന് റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ 2 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ ചോദ്യം ചെയ്ത ഹൈക്കോടതി ഇക്കാര്യത്തിൽ ADGPHS വെങ്കടേഷിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ നിതിൻ രാജ് ഏപ്രിൽ 10-നാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. അധ്യാപകരിൽ നിന്ന് നേരിട്ട ജാതി അധിക്ഷേപമാണ് മരണത്തിന് കാരണമെന്ന് നിതിൻ്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കേസിലെ 2ാം പ്രതിയായ അധ്യാപിക സംഗീത നമ്പ്യാർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഷൻ. ഒടുവിൽ രക്ഷാപ്രവർത്തനത്തിൽ നടപടി. ADGP
MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തി എന്നായിരുന്നു ആരോപണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിക്കാൻ എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. നിലവിലെ ആലപ്പുഴ MLA ആയ AD തോമസ് ഉൾപ്പെടെ ഉള്ളവർക്കായിരുന്നു അന്ന് മർദ്ദനമേറ്റത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ആയ അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പരാതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. എന്നാൽ VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും SP AP ഷൗക്കത്തലിയെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആ ചുമതലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഷൗക്കത്തലി മേധാവിയായ SIT അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. കേസ് അട്ടിമറിക്കാൻ ചില കീഴുദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കൊണ്ട് അജിത് കുമാർ ഇടപെടൽ നടത്തിയെന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ നിയമ ഉപദേശം ലഭിച്ചത് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖർ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.